Abracadabra. Abracadabra. Wow. ഫ്രണ്ട്സ്, ഞാൻ ഇന്നൊരു ചെറിയ ആണപ്പൂക്കളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് സാധനങ്ങൾ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഫ്രണ്ട്സ്. കളർ എടുത്ത് വെച്ചിട്ടുണ്ടല്ലേ ഇവിടെ. ഇത് സാധനം ഉണ്ടാക്കിയ പെട്ടിയാ യെസ്, ഹോം മെയ്ഡ്. ഇത് സാധനം ഉണ്ടാക്കിയ ബോക്സ്. അതിൽ സാധനം കളറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ വേറെ എന്താ എടുത്ത് വെച്ചേ? ഞാൻ ഈ സർക്കിൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു കാർഡ്ബോർഡ് ഇതേപോലെ സർക്കിളായി കട്ട് ചെയ്തത് വെച്ചിട്ടുണ്ട്. ഫെവിക്കോള്, സ്കെയിലുണ്ട്, പിന്നെ ടിഷ്യൂസ് ഉണ്ട് അല്ലെ, ടിഷ്യൂ പേപ്പർ ഉണ്ട്, പിന്നെ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഇതും പ്ലേറ്റും. അപ്പൊ നമുക്ക് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാലോ. ആദ്യം നമുക്കൊരു ചെറിയ സർക്കിൾ വരച്ചെടുക്കാം. ഓണപ്പൂവേ എന്നോമൽ പൂവേ, നമുക്ക് ഈ മൂടി തുമ്പയും കുഞ്ഞും തുമ്പിയും ഈ ഞങ്ങളും ഒത്തുചേരും ഈ നാളിൽ. ഓണപ്പൂവേ എന്നോമൽ പൂവേ, ഒന്നായി പാടാം ഈ നാളിൽ. തുമ്പയും കുഞ്ഞും തുമ്പിയും ഈ ഞങ്ങളും ഒത്തുചേരും ഈ നാളിൽ. തിരുവാതിരയും കളിയൂഞ്ഞാലും കുട്ടിക്കുരുവും പുകവിൽക്കും പിന്നെ മഹാബലി തമ്പുരാനും കളിയും ചിരിയും ഓണമേളവും പുലിലേന്നുമ്മളും മലയാള മണ്ണിൽ സദ്യയും കഴിഞ്ഞ് ഓണക്കളിയും കഴിഞ്ഞ് മടങ്ങാം. കാത്തിരിക്കാം വീണ്ടും മാവേലിയുടെ വരവിനായി. കുറച്ച് പണിയെടുക്കുന്നുണ്ട്. അങ്ങനെ പൂ വരച്ചെടുത്തിട്ടുണ്ട് സാധനം. നമുക്ക് അടുത്ത ഡിസൈൻ വരക്കാം. ഫ്രണ്ട്സ്, ഞാൻ കാര്യം പറയണം നിങ്ങളോട്. എനിക്കില്ല ഡിസൈൻ, കുറെ ഡിസൈൻ ഉണ്ടാവില്ലേ, അത് വരക്കാൻ നല്ല പൂവേ നോമൽ പൂവേ, ഒന്നായി പാടാം ഈ നാളിൽ. ഞാൻ ഇതിങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്. കുഞ്ഞു തുമ്പിയും അടിപൊളി അല്ലേ? ഞങ്ങളും ഒത്തുചേരും. എവിടെയും കൂടി ഡിസൈൻ വരച്ചെടുക്കാം ഫ്രണ്ട്സ്. ഓണപ്പൂവേ എന്നോമൽ പൂവേ, ഒന്നായി പാടാം. നിങ്ങൾക്ക് ഇതിനെക്കാട്ടി നല്ല ഡിസൈൻ ഉണ്ട്, അതേപോലെ വരച്ചെടുക്കാം അല്ലേ? ഇഷ്ടമുള്ള പോലെ. തുമ്പയും കുഞ്ഞു തുമ്പിയും സാധനം ഓണപ്പൂക്കളത്തിന്റെ ഡിസൈൻ വരച്ചെടുത്തിട്ടുണ്ട് അല്ലേ? നമുക്ക് എല്ലാ കളർ അടിക്കാം ഫ്രണ്ട്സ്. ഈ ഓണ പൂവിന്റെ അത് നമുക്ക് മാറ്റി വെക്കാം ഫ്രണ്ട്സ്. ഇനി നമുക്കില്ല ഈ ടിഷ്യൂ നമുക്ക് വെള്ളം എടുക്കണം, പിന്നെ ഇല്ല ടിഷ്യൂസ് എടുക്കണം ഫ്രണ്ട്സ്. നമുക്ക് ഈ ടിഷ്യൂസ് ഇല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഈലിട്ട് കൊടുക്കാം. ഇതില്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഫ്രണ്ട്സ്, ഇനി നമുക്ക് ഈലില്ല ഇഷ്ടമുള്ള കളറും കൂടെ മിക്സ് ചെയ്യാം ഫ്രണ്ട്സ്. ഇനി നമുക്ക് ഞാനല്ലേ റോസിന്റെ കളറ്, അതിൽ റെഡ് കളറാണ് എടുക്കുന്നത്. ഫ്രണ്ട്സ്, ഞാൻ അവിടെ റെഡ് കളർ ആക്കി എടുത്തിട്ടുണ്ട്, കണ്ട റെഡ് കളർ ആക്കി എടുത്തിട്ടുണ്ട് അല്ലേ? ഇനി ഇത് ഒട്ടിച്ചു കൊടുത്തിട്ട് വേറെ കളർ ആക്കുന്നോ, അല്ലെങ്കിൽ വേറെ കളർ ആക്കി കഴിഞ്ഞിട്ട് ഇത് ഒട്ടിച്ചു കൊടുത്താൽ മതിയോ? വേറെ കളർ ആക്കി കഴിഞ്ഞിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി. അതെ, അപ്പൊ നമുക്ക് ഒരു കളറും കൂടെ ആക്കാം. റെഡ് രണ്ടെണ്ണത്തിലാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് വേറെ കളർ ആക്കി എടുക്കാം. ഇത് തുടക്കണേ, അല്ലെങ്കിൽ റെഡ് കളറ് അവിടെ ഇവിടെ മൊത്തം റെഡ് ആയിട്ടുണ്ട്. അത് നമ്മൾ ലാസ്റ്റിൽ ക്ലീൻ ചെയ്യാം. ഫ്രണ്ട്സ്, നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം.
അധികം വെള്ളം അധികമാവാണ്ട് ശ്രദ്ധിക്കണേ. ടിഷ്യൂ പൊടിഞ്ഞു പൊടിഞ്ഞ് വരണം കുതിർന്നിട്ട്. എന്ന് വെച്ചാൽ ഒട്ടും വെള്ളം ഇല്ലാണ്ടും പറ്റൂല. ഇനി ഏത് കളർ എടുക്കുന്നത്? നമ്മൾ എടുക്കുന്ന യെല്ലോ കളർ. കുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട പണിയായിരിക്കും ഇങ്ങനത്തെ ഓരോന്നും. എൻ്റെ നല്ല ഫേവറേറ്റ്. അതുകൊണ്ടാണ് ഇവൾ ഇത്രയും ക്ഷമയോടെ അതെല്ലാം എന്താ പറയുക കീറി എടുത്തിട്ട് കളറാക്കുന്നത്. കുട്ടികൾക്കെല്ലാം ഇഷ്ടമുള്ള പണി ആയതുകൊണ്ടായിരിക്കും. 3 ടിഷ്യൂ വേണോ? ഇത് 3 ടിഷ്യൂ കൊണ്ടാണ് അല്ലേ? നമുക്കില്ല യെല്ലോ കളർ കൊടുക്കാം ഫ്രണ്ട്. ഇങ്ങനെയെല്ലാം ആക്കുമ്പോൾ ആ മുഖത്തെ ഇൻട്രസ്റ്റ് നോക്കിയേ. അപ്പൊ ഫ്രണ്ട്സ് ഞാൻ ഇത്രയും കളർ ടിഷ്യൂ പേപ്പറിനെ കൊണ്ട് ആക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ? ഗ്രീൻ ആക്കി, ബ്ലൂ, പിന്നെ ഓറഞ്ച്, റെഡ്, യെല്ലോ. ഓറഞ്ചും റെഡും പെട്ടെന്ന് നോക്കുമ്പം ഏകദേശം ഒരേപോലെ ഉണ്ട്, പക്ഷെ കുഴപ്പമില്ല. അപ്പോൾ നമുക്കിനി പൂവിൽ അത് ആ ചിത്രം വരച്ച് അതിൽ ഒട്ടിച്ചു കൊടുക്കാം അല്ലേ? ഇനി നമുക്ക് ഈ ചെറിയ ചെറിയ എന്തെല്ലാം കാണുന്നില്ലേ, അതിൽ നമുക്കില്ല പെയിന്റ് അടിച്ചു കൊടുക്കാം. പിന്നെ ഇല്ല അതിൽ വലിയ വലിയ കാണുന്നില്ല, അതിൽ നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാം. ഈ വലിയ വലിയ ഡിസൈനിലെല്ലാം ഈ പേപ്പർ ഈ കളറാക്കിയത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഈ ചെറിയ ഒട്ടിക്കുമ്പോൾ ബുദ്ധിമുട്ടെടുക്കാം. അപ്പൊ നമുക്ക് പെയിന്റ് അടിച്ചെടുക്കാം അല്ലേ? യെസ് ഫ്രണ്ട്സ്. നമുക്ക് ഈ റോസ് കളർ ഈ ചെറിയ ഡിസൈനിൽ അടിച്ചു കൊടുക്കാം. ശ്രദ്ധിച്ച് കളർ അടിച്ചു നോക്കണം, പുറത്താവാണ്ട് ശ്രദ്ധിക്കണം ഫ്രണ്ട്സ്. ഞാൻ ഇവിടെയില്ല പെർഫെക്റ്റ് ആയിട്ട് കളർ അടിച്ചു കൊടുത്തിട്ടുണ്ട്. കണ്ടോ ഫ്രണ്ട്സ്? നമുക്ക് ഈ ചെറിയ ഗ്യാപ്പ് കാണുന്ന അവിടെ നമുക്ക് ഗ്രീൻ കളർ അടിച്ചു കൊടുക്കാം ഫ്രണ്ട്സ്. ഗ്രീൻ കളർ പൂവ് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നെൽക്കതിരുണ്ട്. പിങ്കിലാവാണ്ട് വേണം ഗ്രീൻ കളർ അടിച്ചു കൊടുക്കാൻ വേണ്ടി. വെള്ളം കൂടി കഴിഞ്ഞാൽ എല്ലാവരുടെയും പേരങ്ങും. എനിക്കില്ല ശരിക്കും പൂക്കൾ ഇടുന്ന ഫീലിംഗ് വരുന്നുണ്ട്. നമുക്ക് ഓണത്തിന് ഇട്ട് കൊടുക്കാലോ പൂ. അപ്പോൾ സാധനം ഇവിടെ കളർ അടിച്ചെടുത്തിട്ടുണ്ട്, രണ്ടും പിങ്കും ഗ്രീനും. ഇനിയിപ്പം ഇതിൽ നമുക്ക് ഈ ടിഷ്യൂ ഇത് ഒട്ടിച്ചത് ഈ ടിഷ്യൂ കളറാക്കിയത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഓറഞ്ച് നമുക്ക് ആദ്യം ഒട്ടിച്ചു കൊടുക്കാം ഫ്രണ്ട്സ്. നമുക്ക് ഇതിലില്ല പശ തേച്ച് കൊടുക്കണം. ഓപ്പൺ അല്ലേ ഇത് ഫ്രണ്ട്സ്? ഞാൻ എല്ലാ പശ തേച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒട്ടിച്ചെടുക്കാം ഫ്രണ്ട്സ്. ഞാൻ എല്ലാ ഇതിൻ്റെ സൈഡിൽ യെല്ലോ ഒട്ടിച്ചു കൊടുത്തു. നമുക്ക് ഇവിടെ ഓറഞ്ച് ഒട്ടിച്ചു കൊടുക്കണം ഫ്രണ്ട്സ്. ഒട്ടിക്കുമ്പോൾ ആ വരച്ചതിന്റെ ഷേപ്പിനനുസരിച്ചിട്ട് ഒട്ടിക്കാൻ നോക്കണം ഫ്രണ്ട്സ്. നമുക്ക് വീണ്ടും യെല്ലോ തന്നെ ഒട്ടിക്കാം. നമുക്ക് ചുറ്റും ഗ്രീൻ ഒട്ടിച്ചു കൊടുക്കാം ഫ്രണ്ട്സ്. ഗ്രീൻ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ടല്ലേ? നമുക്ക് ഷേപ്പിൽ ഒട്ടിക്കണം ഫ്രണ്ട്സ്. ഇങ്ങനെ കാണുമ്പോൾ ഒറിജിനൽ പോലെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ പെയിന്റ് അടിച്ചാൽ പണി പെട്ടെന്ന് തീരും. ഇതാവുമ്പോൾ അതിന്റെ ഷേപ്പിൽ ഒട്ടിച്ചു കൊടുത്ത് കുറച്ചൊരു പണിയാണ്, ക്ഷമ വേണം അല്ലേ? പക്ഷെ നോക്കാം, നമുക്ക് ഫൈനൽ ലുക്ക് എങ്ങനെ ഉണ്ടാവും നോക്കാം. ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഒറിജിനൽ ആ ഒരു ഫീൽ കിട്ടുന്നുണ്ട് അല്ലേ? നമുക്കിത് ടിഷ്യൂൽ അല്ലെങ്കിൽ വേണമെങ്കിൽ മറ്റേ അരിമണിയിൽ ഇതേപോലെ കളർ അടിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അതാകുമ്പോൾ ഇതിനെക്കാട്ടിയും നല്ലൊരു ഫിനിഷിങ് കിട്ടുമായിരിക്കും. പിന്നെ ഇല്ലെങ്കിൽ പെയിന്റ് അടിച്ചു കൊടുത്താലും ഓക്കെയാണ്. കണ്ട, ഇത് നമ്മൾ പെയിന്റ് അടിച്ചതല്ലേ. ഇനി ഇവിടെ നമുക്ക് പെയിന്റ് അടിക്കാം. പിന്നെ ഇവിടെ മറ്റേ ഇത് ടിഷ്യൂൻ്റെ അതാക്കാം. അപ്പൊ ഇന്ന് മുതലല്ല അത്തം തുടങ്ങുന്നത്, ഇന്ന് മുതലാണ് പൂവിട്ട് തുടങ്ങുന്നത്. നമ്മുടെ സാധനം ഗ്രീനും ഫിനിഷ് ചെയ്തിട്ടുണ്ട് അല്ലേ?
ഫിനിഷ്. ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് പെയിന്റ് അടിച്ചു കൊടുക്കാം അല്ലേ? ഇനി ഇവിടെ പെയിന്റ് അടിച്ചു കൊടുക്കാം. പിങ്ക് കളറാണ് ഇനി അടിക്കുന്നത്. ഫുള്ള് പിങ്ക് തന്നെ അടിക്കുന്നത്. പിങ്കും പിന്നെ പിങ്കും ഓറഞ്ചും മതിയോ? പിങ്കും ഓറഞ്ചോ? ഫ്രണ്ട്സ് ഞാൻ ഫുള്ള് പിങ്ക് തന്നെ അടിക്കുന്നത്. എന്താ സംഭവം എന്ന് വെച്ചാൽ അവള് അറിയാണ്ട് അടുത്ത ഇതിലും പിങ്ക് അടിച്ചു പോയി. എന്നാലും വിചാരിച്ചാൽ ഫുള്ള് പിങ്ക് ആക്കാന്നല്ലേ? ഷേപ്പ് നോക്കി അടിക്കണം. ഞാനിവിടെ കളർ ഇത് ഫുള്ള് കൊടുത്തിട്ടുണ്ട്. ഇത് നോക്കിയിട്ട് നിങ്ങൾ പറയണം ഈ പെയിന്റ് അടിച്ച കളറാണോ ഭംഗി അല്ലെങ്കിൽ ടിഷ്യൂനെ കൊണ്ടാക്കിയതാണോ. ശരിക്കും പറഞ്ഞാൽ ടിഷ്യൂനെ കൊണ്ടാക്കുന്നതിനെക്കാട്ടിലും പെയിന്റ് ഭംഗി. അവര് നോക്കുക, നിങ്ങൾക്ക് ടിഷ്യൂനെ കൊണ്ട് ആക്കിയതാണോ ഇഷ്ടപ്പെട്ട അവര് ലൈക്ക് ചെയ്യുക, അവർക്ക് പെയിന്റിംഗ് ആണോ ഇഷ്ടപ്പെട്ട അവര് സബ്സ്ക്രൈബ് ചെയ്യുക. കൊറേ പ്രാവശ്യം തെറ്റലുണ്ട്. നമുക്ക് ഈ വൈറ്റ് ഇവിടെ കാണുന്ന ഗ്യാപ്പില്ല ഫ്രണ്ട്സ്, ഇത് നമുക്ക് യെല്ലോ കളർ അടിച്ചു കൊടുക്കാം. ഇതുമാണ് ഫ്രണ്ട്സ് ഇവിടെ. നമുക്കില്ല ട്രയാങ്കിൾ ഷേപ്പ് ആക്കണം ഫ്രണ്ട്സ്. ഇനി ഒരു റൗണ്ടും കൂടെ ഉള്ളൂ അല്ലേ? ഇവിടെ ഒരു റൗണ്ടും കൂടെ ഉള്ളൂ. സാധനം കളർ കൊടുക്കുന്ന ഭയങ്കര ബിസിയാണ്, ഭയങ്കര സീരിയസാണ്. അത്തായതുകൊണ്ട് ഇന്ന് നമ്മളെ പൂക്കൾ ഇങ്ങനെയാണല്ലേ? തിരുവോണത്തിന് നമ്മുടെ നാട്ടിൽ പോയിട്ട് നല്ല അടിപൊളി പൂക്കളോടും അടിപൊളി സദ്യയും കഴിക്കും. നിങ്ങൾ എപ്പോഴും കണ്ടേ, അതായത് നമ്മൾ ഓണത്തിലല്ല കേക്ക് മുറിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ഓണത്തിന് അല്ലേ? കഴിഞ്ഞ ഓണത്തിന് നമുക്ക് നാട്ടിൽ പോകാൻ പറ്റിയില്ല, ഇവിടുന്ന് കേക്ക് മുറിച്ച്. ഹാപ്പി ഓണം അല്ല വീഡിയോ എടുത്ത് ഇട്ടിട്ടുണ്ടല്ലേ? നിങ്ങളല്ല വീഡിയോസിൽ പോയിട്ട് കണ്ടു. അപ്പോൾ ഇതാ ഇങ്ങനെ കളർ കൊടുത്തിട്ട് ലാസ്റ്റ് നമുക്ക് ഇവിടെ കൂടെ കളറാക്കിയിട്ട് എടുക്കണം. അങ്ങനെ ആകുമ്പോൾ നമ്മളെ ഓണത്തിൻ്റെ പൂക്കൾ റെഡിയാവും. നടുക്ക് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു പൂ വെച്ച് കൊടുക്കാം. നടുക്ക് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ ഈ പൂ വെച്ച് കൊടുക്കാം. അങ്ങനെ ഉണ്ടാവും. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒട്ടിച്ചു കൊടുക്കാൻ പോകുന്നത് ഈ ബ്ലൂവും പിന്നെ ഈ റെഡും ബ്ലൂ റെഡും നമ്മൾ ഒട്ടിക്കാളിയാണ് ഫ്രണ്ട്സ്. അപ്പൊ ആദ്യം ബ്ലൂ അല്ല റെഡ്. അത് റെഡാ, ഏതായാലും കുഴപ്പമില്ല. ഞാൻ ഈ സൈഡാണ് ആദ്യം ഒട്ടിക്കുന്നത്. റെഡില് യെല്ലോ വന്ന സാധനം അറിയാണ്ടായി പോയതോ. ഞാനല്ല ബ്ലൂ ആണ് ഒട്ടിക്കുന്നത് ഫ്രണ്ട്സ്. നമുക്ക് ഇങ്ങനെ ആക്കുമ്പം ടിഷ്യൂ നമുക്ക് ഒരുപാട് വേണം. അല്ലെങ്കിൽ പിന്നെ എന്ന് വെച്ചാൽ പൂക്കളം ഇതിനെക്കാട്ടിലും ചെറുതാക്കണം. ഇല്ലെങ്കിൽ നമുക്ക് ടിഷ്യൂ നല്ലോണം ആവശ്യം വരും. പക്ഷെ കാണാൻ ഭംഗി ഉണ്ടാവും, അത് വേറെ കാര്യം. ഈ ടിഷ്യൂ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അരിമണി എടുക്കുക, അതിൽ കളർ അടിക്കുക ആക്കുക. അവിടെ റെഡ് സാനുവിൻ്റെ പൂക്കൾ ഇവിടെ റെഡിയാവാൻ പോവാന്ന്. ഇനി 2 കളം കൂടിയേ ഉള്ളൂ അല്ലേ? ബാക്കിയൊക്കെ ആയി. ശരിക്കും പറഞ്ഞാൽ ഈ ടിഷ്യൂ ഇതാക്കുമ്പോൾ നമുക്കൊരു ഒറിജിനാലിറ്റി ഉണ്ടല്ലേ? പെയിന്റ് അടിക്കുന്നതിനെക്കാട്ടിലും ഞാൻ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇല്ലേ? ഫൈനൽ ബ്ലൂ ഒട്ടിച്ചു കൊടുക്കാം ഫ്രണ്ട്സ്. രസമുണ്ട് കേട്ടോ, ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. അതുകൊണ്ടാണ് ടിഷ്യൂ ആക്കുന്നത്, കാരണം ഒരു ഒറിജിനാലിറ്റി ഫീൽ കിട്ടുന്നുണ്ട്. ഇവിടെ എല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഇത് വേണമെങ്കിൽ നമുക്ക് നടുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അതും കൂടെ ഒന്ന് പച്ച വെച്ചിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അടിപൊളി. ഇതാണ് സാധനം ഉണ്ടാക്കിയ പൂക്കളത്തിന്റെ ഫൈനൽ ലുക്ക്. അപ്പൊ ഫ്രണ്ട്സ് കണ്ടാൽ ലുക്ക് അറ്റ് ദിസ്. നോക്കൂ ഫ്രണ്ട്സ്, നോക്കണ്ട അത്തപ്പൂക്കൾ എങ്ങനെയുണ്ട്? സൂപ്പർ ആയിട്ടുണ്ട് ഫ്രണ്ട്സ്, നല്ല രസമുണ്ട്. നിങ്ങൾക്ക് ആർക്കും ബിലീവ് ആവുന്നില്ലല്ലോ ഞാൻ ഉണ്ടാക്കുന്നുണ്ടെന്ന്. ഇത് സാധനം ഉണ്ടാക്കിയ ഓണസദ്യ, ഇത് സാധനം ഉണ്ടാക്കിയ ഓണപ്പൂക്കളം, ഇത് സാധനം ഉണ്ടാക്കിയ ഓണം.
ഉണ്ടാക്കിയതായിരുന്നു. കുഞ്ഞ് പിന്നെ സെക്കൻഡ്, പിന്നെ ഇത് തേർഡ്. തുമ്പി ഞങ്ങളും എല്ലാം ഒത്തുചേരും അടിപൊളിയായിരുന്നു അല്ലേ? ഓണസദ്യയായി, ഓണക്കൊടയായി, ഓലക്കൊട ആയി, അത്തപ്പൂക്കളുമായി. ഇന്ന് അത്തമല്ലേ, അപ്പൊ സാനുവിന്റെ വക അത്തപ്പൂക്കളുമായി. എല്ലാരും ട്രൈ ചെയ്ത് നോക്കണേ. ഈ സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് വേണ്ടിട്ട് നല്ല സിമ്പിൾ ആണ്. അപ്പൊ ഫ്രണ്ട്സ്, അപ്പൊ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പൊ ബൈ.